ഇപ്പോൾ നമുക്കറിയേണ്ടത് ആ കുഞ്ഞിന്റെ മൃതദേഹം എങ്ങനെ ആ കുളത്തിലെത്തി, ഈ കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ ആ കുളത്തിലേക്ക് പോയി, ശേഷം മരണം എങ്ങനെ സംഭവിച്ചു എന്നതൊക്കെയാണ്. അതിനിപ്പോൾ എന്തെങ്കിലും സൂചനകൾ സാജിദ് അവിടെ നിൽക്കുമ്പോൾ നാട്ടുകാരോ കുടുംബാംഗങ്ങളോ ഒക്കെ പറയുന്നുണ്ടോ? ഈ കുഞ്ഞ് ഇറങ്ങിപ്പോയി, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ വീണതാവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടാകുമോ എന്നുള്ളതെല്ലാം തന്നെ ഇനി അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. അതിനുള്ള സാധ്യതകൾ കുറവാണ്. കുഞ്ഞ് കളിക്കുന്നതിനും മറ്റും ഇതിന് സമീപത്ത് വരെ എത്താറുണ്ട്. ആ കുട്ടിയുടെ പ്രായക്കാരായ ആളുകൾക്കൊപ്പം മറ്റും ഈ ഓടി നടന്ന് കളിക്കാറുണ്ട്. ചിറ്റൂർ നഗരസഭയാണെങ്കിലും പൂർണ്ണമായ ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് പലരുടെയും ഒപ്പം കളിക്കാറുണ്ട്, സ്കൂളിലേക്ക് പോകാറുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സംശയങ്ങളും ആരും നിലവിൽ പ്രകടിപ്പിക്കുന്നില്ല. ഇനി എന്തായാലും ഈ കുഞ്ഞിന്റെ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എവിടെ വെച്ചുണ്ടാവുന്ന അറിയുന്നത്. ഇപ്പോൾ ചിറ്റൂർ നഗരസഭ ഈ ചെയർമാൻ ഈ സുമേഷ് അച്യുതൻ ഉണ്ട്. വിശദമായിട്ട് പരിശോധിക്കുകയാണ്. കാരണം ഈ ഇപ്പോ ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല, അപകടത്തിൽ വീഴാൻ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ കുളം ഉള്ളത്. ഒരു ചാല് കടന്നത് വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ പാലങ്ങളാണുള്ളത്. അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു. ഇവിടെ CCTV ഇല്ല ഈ ഭാഗത്തില്. ഈ പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിൽ CCTV ഉണ്ട്. അത് നമ്മള് മുനിസിപ്പാലിറ്റിയുടെ CCTV പരിശോധിച്ചു, പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പോലീസിന് പാർക്ക് ഈ വാട്ടർ ടാങ്കിന്റെ തൊട്ട് സൈഡിലുള്ളതാണ് പാർക്ക്. പാർക്കിലേക്ക് അങ്ങനെ കുട്ടി വരാറുണ്ടോ? പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് കിട്ടിയ വിവരം. ഇതല്ല, പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട്, പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മ ആ വഴിക്ക് പോയതാണ്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് ഏതായാലും ഇത് വിശദമായി പരിശോധിക്കും. അമ്മ രാവിലെ ഇതിലെ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത്. ഇത്രയും ദൂരം വരുന്ന ഒരു കാര്യം ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് അല്ലേ? ഒരു അസ്വാഭാവികത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല. കുട്ടി വീട്ടിൽ നിന്ന് അധിക ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല. ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കുളത്തിലേക്ക് ഇന്നലെ ഇവിടെ നടത്തിയില്ല. കാരണം ഡോഗ് സ്ക്വാഡ് വന്നത് മറ്റ് 2 കുളത്തിന്റെ പരിസരത്തൂടെയാണ്. അപ്പൊ ആ 2 കുളത്തിലാണ് ഇന്നലെ. ആ ക്വാർട്ടേഴ്സിന്റെ 100 മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളമുള്ളത്. അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഇന്നലെ ഈ കുളം നമ്മൾ ആരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽ പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളമുള്ളത്. മറിഞ്ഞു വീണു പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. സാധാരണ അപകടം എന്നുള്ളതിനപ്പുറത്തുള്ള ഒരു സാധ്യത കൂടി പോലീസ് ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. അല്ല, മറ്റു 2 സ്ഥിതി വരമ്പത്ത് നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന് അപ്പുറത്താണ് ഈ കുളം. ആൾപെരുമാറ്റമുള്ള സ്ഥലം തന്നെയാണോ ഇവിടെ ഈ കുളത്തിന്റെ പരിസരത്ത്? ആൾപെരുമാറ്റമുള്ളതാണ്. കാരണം ഒരു ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ആൾപെരുമാറ്റമുള്ള. പക്ഷെ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവാം. കാരണം കുളിച്ചിട്ടുണ്ടാവാൻ സാധ്യത അപ്പോഴൊന്നും ശ്രദ്ധയിപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം പെട്ട് കഴിഞ്ഞാൽ ബോഡി പോകുമ്പോൾ അല്ല, അത് നമ്മള് വെള്ളത്തിനകത്ത് ബോഡി കിടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട്. അപ്പൊ അത് ഏതായാലും അത് പോലീസ് വിശദമായ ഒരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ പരിശോധന, അതിന് വിശദമായ ഒരു അന്വേഷണം തന്നെ വേണം. ഈ സൈഫുദ്ദീൻ ജൽസി അത്തരം ഒരു പരിശോധന കൂടി വേണം. അതായത് ഈ സുമേഷ് അച്യുതൻ പറഞ്ഞത് ഇതാണ്. അതായത് ഇത് ഒരു ചെറിയ കനാലാണ്. ഈ മഴവെള്ളവും മറ്റും ശക്തമായി ഒലിച്ചു പോകേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇങ്ങനെ ചാടിക്കടക്കുക എന്നുള്ളത് ഈ കുറച്ച് കാരണം ഒരു 6 വയസ്സുള്ള കുട്ടിക്ക് ഈ രീതിയിൽ ചാടിക്കടന്ന് പോവുക എന്നുള്ളത് പ്രയാസമാണ്. പക്ഷെ ഇതിനപ്പുറത്ത് തന്നെ ചെറിയ ഉണ്ട്. ഇത് നസർ ഇങ്ങോട്ട്
പാലങ്ങളുണ്ട്. ഇത്തരം പാലങ്ങളിലൂടെ കുട്ടിക്ക് വരാം. പക്ഷേ ഈ സാധാരണ കുട്ടി ഇങ്ങനെ കുളത്തിൽ വരുന്നതോ മറ്റോ അല്ല. അങ്ങനെ അതുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ നേരെ വന്ന് വീഴാനുള്ളൊരു സാധ്യത കുറവാണ്. മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കണം എന്നുള്ളതാണ്. ഇന്നലെയും ഫയർഫോഴ്സ് ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ കുളത്തിലേക്ക് അങ്ങനെ കുട്ടിക്ക് എളുപ്പത്തിൽ വരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഡോഗ് സ്ക്വാഡ് വന്നതും മറ്റ് രണ്ട് നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട രണ്ട് താമരക്കുളത്തിലാണ്. അതുകൊണ്ട് ഈ കുട്ടി ഇങ്ങോട്ട് സ്വമേധയാ വന്നതാണോ, അങ്ങനെയാണെങ്കിൽ എന്തിനു വന്നു എന്നുള്ളതൊക്കെ തന്നെ ചോദ്യമാണ്. അതുകൊണ്ട് ഈ വിശദമായ ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നൊരു സ്വാഭാവിക അപകട മരണം, ഈ കുട്ടി മറ്റു കുളത്തിലൂടെ നടന്നു പോകുമ്പോൾ ഈ തെന്നി വീഴുന്നത് പോലെ തെന്നി വീഴില്ല. അങ്ങനെ വീഴുകയാണെങ്കിൽ തന്നെ ഈ ചാലിലേക്കാണ് വീഴേണ്ടത്. അത്തരം ഒരു പരിശോധന കൂടി പോലീസ് നടത്തണമെന്നൊരാവശ്യമാണ് നഗരസഭാ ചെയർമാനായ സുമേഷ് അച്യുതൻ ആവശ്യപ്പെടുന്നത്.